ആന്റോ അഗസ്റ്റിൻ, പ്രകോപനമുണ്ടാക്കുകയാണോ ഗവർണർ? തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴേ നമുക്ക് തോന്നിയതാണ് ഇത് അത്ര നല്ല രീതിയിലല്ല. ജിമ്മി പറഞ്ഞതുപോലെ കാതുള്ളം പോയപ്പോൾ കടുക്കനിട്ട് വന്നു എന്നുള്ളതാണ് ഗവർണറുടെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. ഇന്ന് ഗവർണർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതെന്താ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ? ഇത് ജനാധിപത്യമാണോ? ഗവർണർ ഹാളിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ നേരെ കേന്ദ്രത്തിലേക്ക് ചോദിച്ചാൽ മതി ഗവർണർ. അല്ലാതെ കേരളത്തിൽ ആരോടാണ് ചോദിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല. ഇതിനകത്ത് ഇവർ രാജാക്കന്മാരല്ല ഭരിക്കുന്നത്. ഇത് ജനാധിപത്യമാണ്. ഇവിടെ അതാണ് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഗവർണർ അടക്കം നിൽക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്നാക്കി കൊടുക്കുന്നത് എന്തോട് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അദ്ദേഹത്തോട് സഹകരിക്കും, നടപ്പിലാക്കിയാൽ അദ്ദേഹത്തെ എതിർക്കും എന്നുള്ളതാണ്. SFI ആയാലും DYFI ആയാലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ആരാണെങ്കിലും കേരളത്തിൽ ഇമാതിരിയുള്ള ഒരു പരിപാടിക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അഹർലേക്കറിൻ്റെ മുന്നിൽ മാത്രമല്ല ആരിഫ് മുഹമ്മദിന് മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ല. എന്തിനാണ് ഈ ചെറിയ കുട്ടികൾ റോഡിലിറങ്ങി കൈകൂടി കാണിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് വെല്ലുവിളിച്ചത്? ആരെയാണ്? ചെറിയ കുട്ടികളെയാണ്. ചെറിയ കുട്ടികളെ പോലും പറയുന്നത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഗവർണർമാരാണ് സംസ്ഥാനത്ത് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആരോടത് പറയാൻ പറ്റുക? ഏതെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഒരു പടം കൊണ്ടുവന്ന് ഇവരെ നിങ്ങൾ ആരാധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളമാണെന്നേ. ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല. ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഇവിടെ ജനാധിപത്യമുള്ള സംസ്ഥാനമാണ്. ഇവിടെ ജനങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒറ്റക്കെട്ടായി ഈ പറയുന്ന ഉരുള് പൊട്ടുമ്പോൾ പോയിട്ട് പണിയെടുക്കുന്ന സംസ്ഥാനമാണ്. അവിടെ വന്ന് ജനങ്ങളെ അവിടെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എടുത്ത് നോക്കുന്നത് അങ്ങനെയല്ല. ഇവരുടെ എല്ലാം ചോരയുടെ നിറം ഒന്ന് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഒരു ചാൻസലറായ ഗവർണർ പഠിപ്പിക്കുന്നതാണോ? അദ്ദേഹമാണ് തലവൻ. ഇദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് ഉയർന്നു വരേണ്ട ശബ്ദം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ്. ആ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് SFIയിലൂടെ കണ്ടത്. അത് തകർക്കുക എന്നുള്ളതാണ് SFIൻ്റെയും കേരളത്തിലെ ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഒരു അഭ്യാസവും നടക്കില്ല. ഈ അഭ്യാസം നടത്താൻ വന്ന ഗവർണർമാരും ഒക്കെ മുന്നിൽ അവസാനം വരെ പോരാടി അവസാനം മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ സംസ്ഥാനങ്ങൾ കണ്ടു. എനിക്ക് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുതിയതായിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇനി ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വികസനമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി, ഈ പാർട്ടി നന്നായി, ഇനി കേരളം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വികസനം കാണുന്നില്ലല്ലോ. വന്നിട്ട് 4-5 മാസമായില്ലേ? എന്തെങ്കിലും വികസനം കണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടോ? ഒന്നും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സൈഡിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന വർഗീയത കടത്തിവിടുകയും വർഗീയതയിൽ ചോട്ട് നേടാൻ വേണ്ടി എത്ര നാളായി ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഒരു സീറ്റ് ഇത് വെച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സീറ്റ് 500 വോട്ടാണ് നിലമ്പൂർ കൂടിയത്. എത്ര? 500, 8000 വോട്ട്. നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മേടിച്ച് എത്രയാണെന്നറിയോ? 20,000 വോട്ട്. അതിൻ്റെ പകുതി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിക്ക്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഒരു നേതാവ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയതിൻ്റെ പകുതിയിൽ താഴെ വോട്ട് മാത്രമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം കൊണ്ടാണ്. ഈ വർഗീയത പറയുന്നതുകൊണ്ടാണ്. ഈ വർഗീയത പറഞ്ഞുകൂടെ ഇവർക്ക്? ഞാൻ ഈ ബ്ലാക്ക് മാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാസിൻ്റെ ചിഹ്നം എന്താണെന്നറിയോ? തല തിരിച്ച് പിടിച്ച കുരിശാണ്. കുരിശ് നേരെ പിടിച്ചാൽ എന്താണ്? ലക്ഷക്കണക്കിന് വിശ്വാസികളെയും കോടിക്കണക്കിന് വിശ്വാസികളുടെയും അവരുടെ ചിഹ്നമാണ് ബ്ലാക്ക് മാസ്. നേരെ തല തിരിച്ച് പിടിക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് അവരെ ചിഹ്നാക്കി വെക്കും. ഇതുപോലെയാണ് ഇത് കണ്ടിരിക്കുന്നത്. നേരെ ഇന്ത്യനെ നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? നമ്മൾ എന്തിനാണ് ദേശീയഗാനം പാടുന്നത്? അതിനെല്ലാം നേരെ തിരിച്ചു പറയുകയാണ്. ഏതെങ്കിലും ഒരു ചിഹ്നമുണ്ട്, ഇതാണ് ഭാരതാംബ, നിങ്ങൾ പൂക്കൾ അർപ്പിച്ചോളൂ, നിങ്ങൾ വിളക്ക് കൊടുത്തിക്കോളൂ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കുമോ? ഇവർക്ക് പറ്റുമായിരിക്കും. ഞാൻ കഴിഞ്ഞ മിഡ് ഡേറ്റസിലൊക്കെ പറഞ്ഞു, സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങളിതിനെ ആരാധിക്കും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൈപ്പത്തിൻ്റെ ഒരു വലിയ ഇതുണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോയും വെച്ച്, രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇതിനെ നിങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അപ്പോൾ ഇതൊന്നും നടക്കില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവർക്കത് മനസ്സിലാവും, ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ഇതിനെ മതവുമായി കൂട്ടിക്കെട്ടി. എന്നിട്ട് ഇതാണ് മതചിഹ്നം, ഇതാണ്. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടോ? ഇത് കേരളത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടോ മതചിഹ്നം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനമായിട്ട് കണ്ടോ? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇത് ആദ്യം കൊണ്ടുവെക്കുന്നത് ഗവർണറുടെ ഓഫീസിലാണ്, അല്ലെങ്കിൽ ഗവർണറുടെ ഹോളിലാണ് കൊണ്ടുവെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇദ്ദേഹം പോകുന്ന സ്ഥലത്ത്, അപ്പം ജിമ്മി നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ നമ്മൾ പോകുന്നത്, പ്രോട്ടോക്കോൾ ഒരു ഗവർണർക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ഇതുണ്ടാവണമെന്ന് ഇങ്ങനെ അവർ പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം ഗവർണറുടെയാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മളോട് ഒന്ന് ചോദിക്കുമല്ലോ, നിങ്ങൾ ഒരു ഗവർണറുടെ പരിപാടി പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടി പങ്കെടുക്കുമ്പോൾ ആരൊക്കെയാണ് ആ സ്റ്റേജിലിരിക്കുന്നത്?
അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെങ്ങനെയാണ് ഇവരോട് ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ടല്ലേ. അദ്ദേഹം ഇങ്ങനെ ഒരു സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നത് ഗവർണറുടെ വീട്ടിലല്ലല്ലോ കൊണ്ടുവെക്കുന്നത്, RSSൻ്റെ ഓഫീസിലല്ലോ കൊണ്ടുവെക്കുന്നത്. എത്ര നാളായി ഇത് പറയുന്നു. പക്ഷേ ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല കേട്ടോ, ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. അത് ഓഫീസിലല്ല, വീട്ടിലല്ല, നടുറോട്ടിൽ കൊണ്ടുവച്ചിട്ടാണെങ്കിലും ഗവർണറെ തടയാനുള്ള സംവിധാനം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഭരണപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിണറായി വിജയൻ പറഞ്ഞെന്താ, വന്നപാടെ നല്ല ഗവർണറാണെങ്കിൽ സഹകരിക്കും, അതിനുള്ള സഹകരണത്തിൽ എല്ലാ സംവിധാനം കൊടുത്തല്ലോ, അദ്ദേഹം സ്വീകരിച്ചല്ലോ, അദ്ദേഹത്തെ എല്ലാവിധ സഹകരണം കൊടുത്തല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ തെറ്റാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, എന്നിട്ട് ഇറങ്ങിപ്പോന്നു ഇല്ലേ. അതെന്താണ്, അത് കേരളത്തിൽ നടക്കുള്ളൂ, വേറെ സ്റ്റേറ്റിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ അഭ്യാസമൊന്നും നടക്കില്ല. ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഈ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഈ ഗവർണർ പോകുന്നതോടുകൂടി അടച്ചു വെക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു വർഷത്തിനുള്ളിൽ BJPക്ക് വരുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിനകത്ത്. Meet the editors.